അതുവരെ അധികം സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ലാത്ത അത്ര പോപ്പുലർ ഒന്നല്ലാത്ത ഒരു പയ്യനെ ഹോളിവുഡിലെ ലെജൻഡുകൾ വരെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്യാം. താനിതെന്ത് മണ്ടത്തരാണോ ചെയ്യുന്നതെന്ന് ക്രിസ്റ്റഫർ നോലനോട് ചോദിക്കാത്ത ഒരു സിനിമാ പ്രേമിയും സിനിമ ക്രിട്ടിക്കും അമേരിക്കയിലല്ല ലോക സിനിമയിൽ തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ലെജൻഡ് ഫിലിം മേക്കറായ ക്രിസ്റ്റഫർ നോലന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി അറിയായിരുന്നു. അവന്റെ കഴിവിൽ നോലന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന അവൻ മനസ്സിൽ പറഞ്ഞു, ഈ വിമർശിക്കുന്നവരെല്ലാം സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ മാറ്റി പറയിപ്പിക്കുന്നു. അങ്ങനെ അവന് ഉറക്കമില്ലാതായി. അവനോട് തന്നെ തെളിയിക്കണമായിരുന്നു അവന്റെ കഴിവ് എന്താണെന്ന്. അതെ, അവസാനം അത് തന്നെ സംഭവിച്ചു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ മുമ്പ് വിമർശിച്ച എല്ലാവരും തന്നെ അവനെ പൊക്കി പറയാൻ തുടങ്ങി. പക്ഷെ അത് കേൾക്കാൻ അവൻ മാത്രം ഇല്ലായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് 6 മാസം മുമ്പ് സിനിമയുടെ പ്രഷർ താങ്ങാൻ വയ്യാതെ അവൻ മരിച്ചു പോയിരുന്നു. ഒരൊറ്റ സിനിമ കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയ, പക്ഷെ അത് കാണാൻ ഭാഗ്യമില്ലാതിരുന്ന ഹീത്ത് ലെഡ്ജർ. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഹീത്ത് ലെഡ്ജർ എങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഹോളിവുഡിലെ പകരം വെക്കാനില്ലാത്ത സിനിമാ താരമായി. ഓസ്ട്രേലിയയിലെ പെർത്തിൽ 1979 ഹീത്ത് ആൻഡ്രൂ ലെഡ്ജർ ജനിച്ചത്. 10ാം വയസ്സിൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്ത ലെഡ്ജറിന്റെ ചേച്ചി കേറ്റാണ് സിനിമയിലേക്ക് വരാൻ ലെഡ്ജറിനെ ഇൻസ്പയർ ചെയ്തത്. 16ാം വയസ്സിൽ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം അഭിനയം തന്റെ ഫ്യൂച്ചർ കരിയറായി ലെഡ്ജർ തെരഞ്ഞെടുത്തു. ക്ലോണിംഗ് അറൗണ്ട്, ഷിപ്പ് ടു ഷോർ, സ്വെറ്റ് എന്നീ ടെലിവിഷൻ സീരീസിലെ ചെറിയ റോളുകളിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറിയ ലെഡ്ജർ 1997 ബ്ലാക്ക് റോക്ക് എന്ന ഓസ്ട്രേലിയൻ ത്രില്ലർ സിനിമയിലൂടെയാണ് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ചെറിയൊരു സപ്പോർട്ടിംഗ് റോളായിരുന്നു ആ സിനിമയിൽ ലെഡ്ജറിന് കിട്ടിയിരുന്നത്. ഹീത്ത് ലെഡ്ജർ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നത് 1999 ഇറങ്ങിയ അമേരിക്കൻ റൊമാൻറ്റിക് മൂവി 10 Things I Hate About You-യിലാണ്. മെൽ ഗിബ്സന്റെ പാട്രിയോട്ടിൽ മെൽ ഗിബ്സൺ ചെയ്ത ബെഞ്ചമിൻ മാർട്ടിന്റെ മകനായി അഭിനയിച്ച ലെഡ്ജർ മോൺസ്റ്റേഴ്സ് ബോൾ, എ നൈറ്റ്സ് ടെയിൽ, ദ ഫോർ ഫെദേഴ്സ്, ദ കാസനോവ, ദ ബ്രദേഴ്സ് ഗ്രീം എന്നീ സിനിമകളിലും അഭിനയിച്ചു. 2005 ഇറങ്ങിയ ജേക്ക് ജിലൻഹോളിന്റെ കൂടെ അഭിനയിച്ച ഏറെ പ്രശംസിക്കപ്പെട്ട ബ്രോക്ക്ബാക്ക് മൗണ്ടനിൽ ഹോമോസെക്ഷൽ ആയ എന്നീസായി തന്റെ അഭിനയത്തിലെ റേഞ്ച് കാണിച്ച് ഓസ്കാർ നോമിനേഷൻ നേടിയ ലെഡ്ജർ 2007 ക്രിസ്റ്റ്യൻ ബേലിന്റെയും റിച്ചാർഡ് ഗീറിന്റെയും കൂടെ ഐ ആം നോട്ട് ദേറിലും അഭിനയിച്ചു. സിനിമയിലെ ലെഡ്ജറിന്റെ അഭിനയവും നിരൂപക പ്രശംസ നേടി. സോളോ നായകനായി അഭിനയിച്ച് ഒരു സിനിമ വലിയ വിജയത്തിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അഭിനയത്തിലൂടെ തന്റേതായ ഒരു സ്ഥാനം സിനിമയിലോ അല്ലെങ്കിൽ ഹോളിവുഡിലോ ഉണ്ടാക്കാനോ ഒന്നും ഹീത്ത് ലെഡ്ജറിന് അതുവരെ പറ്റിയിരുന്നില്ല. ആയിടെയാണ് ഹോളിവുഡ് ലെജൻഡ് ഫിലിം ഡയറക്ടർ ക്രിസ്റ്റഫർ നോലന്റെ ആദ്യ ബാറ്റ്മാൻ സിനിമയായ ബാറ്റ്മാൻ ബിഗിൻസിന്റെ 2ാം ഭാഗം ഡാർക്ക് നൈറ്റ്സിന്റെ കഥ എഴുതി കഴിഞ്ഞ് സിനിമയിലെ റോളുകളിലേക്കുള്ള കാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. 1989 ടിം ബർട്ടന്റെ ബാറ്റ്മാൻ സിനിമയുടെ അതേ സ്റ്റോറി പക്ഷെ ഡിഫറെന്റ് അപ്രോച്ചിലായിരുന്നു നോലൻ ബ്രദേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു നോലൻ ബ്രദേഴ്സ് നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചും. 1989 ബാറ്റ്മാനിലെ സൈക്കോപാത്തിക് വില്ലനായ ജോക്കറിന്റെ വേഷം ചെയ്ത ലെജൻഡ് ആക്ടർ ജാക്ക് നിക്കൽസന്റെ സിനിമയിലെ അതിഗംഭീര അഭിനയം കൊണ്ട് ജോക്കർ എന്ന ക്യാരക്ടറിനെ ഓർക്കുമ്പോൾ തന്നെ നിക്കൽസന്റെ മുഖമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ വന്നിരുന്നത്. നോലന്റെ ഡാർക്ക് നൈറ്റ് സിനിമയുടെ അനൗൺസ്മെന്റ് വന്നത് തൊട്ട് ആരായിരിക്കും ജോക്കറിനെ അവതരിപ്പിക്കുക എന്നതായിരുന്നു സിനിമാ ലോകത്തിലെ പ്രധാന ചർച്ച. ഇനി എത്ര വലിയ നടനെക്കൊണ്ട് അഭിനയിപ്പിച്ചാലും അത് നിക്കൽസനോളം എത്തുമോ എന്ന് എല്ലാവരും സംശയിച്ചു. അപ്പോഴാണ് നോലൻ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത അഭിനയത്തിന്റെ കാര്യത്തിൽ അതേവരെ നിക്കൽസന്റെ 7 അയലത്ത് പോലും എത്താത്ത ലെഡ്ജറിനെ ജോക്കറായി കാസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും നോലന് വേണ്ടത് നിക്കൽസൺ ചെയ്ത എക്സാക്ട് കോമിക് ബുക്ക് ജോക്കറിനെ ആയിരുന്നില്ല. കോമിക് സ്റ്റോറിയെ ഒരു ക്രൈം ഡ്രാമ സിനിമയിലേക്ക് മാറ്റാൻ ആഗ്രഹിച്ചിരുന്ന നോലന് വേണ്ടത് ഒട്ടും എമ്പതി ഇല്ലാത്ത, ഒന്നിനെയും പേടിയില്ലാത്ത, ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ജോക്കറിനെ ആയിരുന്നു. നോലൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് ലെജറിനോട് സംസാരിക്കുമ്പോൾ ക്ലോക്ക് വർക്ക് ഓറഞ്ചിലെ അലക്സിന്റെ ക്യാരക്ടർ അടക്കമുള്ള തന്റേതായ ഐഡിയകളും ലെജർ നോലന് കൊടുത്തുകൊണ്ടിരുന്നു. നോലന്റെയും ലെജറിന്റെയും ഐഡിയകൾ ഏകദേശം ഒരുപോലെ വന്നപ്പോൾ ജോക്കർ ലെജറിൽ സുരക്ഷിതാണെന്ന് നോലന് തോന്നി. എന്നാൽ ഈ തോന്നൽ സിനിമാ ലോകത്തിന് ഒട്ടും ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ വേറെ നല്ല നടന്മാരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ സിനിമയിൽ അഭിനയം കൊണ്ട് ഒന്നും തെളിയിച്ചിട്ടില്ലാത്ത ഒരാളെ ജാക്ക് നിക്കൽസിനെ പോലെ ലെജൻഡുകൾ ചെയ്ത വേഷത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും എല്ലാം ലോക സിനിമാ പ്രേമികൾക്കിടയിൽ നിന്ന് ഉണ്ടാവാൻ തുടങ്ങി. ഇത് ഏറ്റവും കൂടുതൽ മാനസികമായി എഫക്ട് ചെയ്തത് ലെജറിനെ തന്നെയായിരുന്നു. എന്നാൽ തന്റെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതെന്ന് ലെജറിനെ അറിയായിരുന്നു. സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിനു ശേഷം ലെജർ ആദ്യം ചെയ്ത് ഒറ്റയ്ക്ക് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് പുറത്തിറങ്ങാതെ അതിനുള്ളിൽ തന്നെ കഴിഞ്ഞ് തന്റെ ക്യാരക്ടറിന് ആവശ്യമായ കോമിക് ബുക്കുകളെല്ലാം വായിച്ച് ക്യാരക്ടറിനെ യോജിച്ച ഹൈ പിച്ചും ലോ പിച്ചും മിക്സ് ചെയ്ത ഒരു ശബ്ദം ഉണ്ടാക്കി എടുക്കുകയായിരുന്നു. 1 മാസത്തോളം മറ്റു മനുഷ്യരായി ഒരു സമ്പർക്കവും ഇല്ലാതെ ലെജർ റൂമിനുള്ളിൽ തന്നെ കഴിഞ്ഞു.
അതിനുശേഷം മറ്റൊരു ലോഡ്ജിൽ ഇതുപോലെ പുറത്തിറങ്ങാതെ ഒരു മനുഷ്യ സമ്പർക്കം ഇല്ലാതെ 4 മാസത്തോളാണ് ലെജർ ചെലവഴിച്ച്. ആ 4 മാസം ഒരു ജോക്കർ ഡയറി ഉണ്ടാക്കി ആ സൈക്കോ ക്യാരക്ടറിന് യോജിച്ച ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഇമേജുകളും മാനറിസങ്ങളും എല്ലാം നോട്ട് ചെയ്ത് ജോക്കറിന്റെ പോസ്റ്ററുകളും പേഴ്സണാലിറ്റി രൂപപ്പെടുത്തി പൂർണ്ണമായും ജോക്കറിന് വേണ്ടി ലെജർ മാനസികമായി തയ്യാറായി. അതിനെപ്പറ്റി പിന്നീട് ലെജർ പറഞ്ഞത് താൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് ആസ്വദിച്ച ഒരു ക്യാരക്ടറിന് വേണ്ടി തയ്യാറാവുന്നത്. ചിലപ്പോൾ മറ്റൊരു ക്യാരക്ടറിന് വേണ്ടി ഇതുപോലെ ഇനി പ്രിപ്പയർ ചെയ്യുമോ എന്നും അറിയില്ല. അത്രയ്ക്ക് മാനസികമായും ശാരീരികമായും തളരുന്ന ഒരു പ്രോസസ് ആയിരുന്നു അത്. ഓരോ ദിവസത്തെ പ്രിപ്പറേഷൻ കഴിയുമ്പോഴും എനിക്ക് അനങ്ങാനാവുന്നില്ലായിരുന്നു, സംസാരിക്കാനാവുന്നില്ലായിരുന്നു. പ്രിപ്പറേഷന്റെ അവസാനം ഞാൻ എന്നും തളർന്നു വീഴുകയായിരുന്നു എന്നാണ്. ആ ക്യാരക്ടറിലേക്ക് ആഴത്തിലിറങ്ങിയ ലെജറിന് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടും ദിവസം 2 മണിക്കൂർ പോലും മര്യാദയ്ക്ക് ഉറങ്ങാൻ ലെജറിന് പറ്റുന്നില്ലായിരുന്നു. അത്രത്തോളം ആഴത്തിലിറങ്ങി ചെന്ന ആ ക്യാരക്ടറും തന്നെ വിമർശിച്ചവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കണം എന്ന പ്രഷറും എല്ലാം ലെജറിന്റെ ഉറക്കം കളഞ്ഞിരുന്നു. ലെജറിന്റെ മനസ്സ് മാത്രമല്ല ശരീരവും ആകെ ക്ഷീണിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ ഒരു ഉറക്ക ഗുളിക കൊണ്ട് ഉറക്കം കിട്ടാഞ്ഞ് 2 ഗുളികൾ വരെ ലെജർ കുടിക്കാൻ തുടങ്ങി. എന്നാൽ ഗുളിക കുടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഉണർന്ന് പഴയ പോലെ മനസ്സ് ലെജറിന്റെ പിടിവിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഡാർക്ക് നൈറ്റിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലെജർ തന്റെ അടുത്ത പ്രൊജക്റ്റായ ടെറി ഗില്ലിയാമിന്റെ ദ ഇമാജിനേറിയം ഓഫ് ഡോക്ടർ പാർനാസസിന്റെ സൈറ്റിലേക്ക് പോയി. എന്നാൽ പുതിയ സൈറ്റിൽ വന്നിട്ടും ലെജറിന്റെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ഡാർക്ക് നൈറ്റിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തും ജോക്കർ ലെജറിന്റെ തലയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിട്ടില്ലായിരുന്നു. ഉറക്ക ഗുളികളുടെ കൂടെ വേറെ പല സെഡേഷൻ ഗുളികളും ഉറക്കം കിട്ടാൻ ലെജർ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ലെജറിന്റെ ഉറക്ക പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിക്കാൻ പോവാന്ന് ലെജറിനും അറിയില്ലായിരുന്നു. 2008 ജനുവരി 22 പുലർച്ചെ 3 മണിക്ക് 28-ാം വയസ്സിൽ ലെജറിനെ വീട്ടിൽ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തി. മെഡിക്കൽ ടീമിന്റെ തുടർച്ചയായ CPR കൊണ്ടൊന്നും ലെജറിനെ രക്ഷിക്കാനായില്ല. The actor Heath Ledger was found dead today in an apartment here in New York City. അങ്ങനെ താൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് ചെയ്ത ആ ക്യാരക്ടറിന്റെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ആ ചെറുപ്രായത്തിൽ ലെജർ സിനിമാ ലോകത്തോട് വിട വാങ്ങി. ലെജറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം പറഞ്ഞത് ഗുളികകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മിക്സഡ് യൂസ് ആയിരുന്നു. ലെജർ മരിക്കുന്ന സമയത്ത് ഡാർക്ക് നൈറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ ആയിരുന്നു. പുതിയ സിനിമയാണെങ്കിൽ ഷൂട്ടിങ്ങിന് പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ലെജറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ആ സിനിമ ടെറി തൽക്കാലത്തേക്ക് പാക്കപ്പ് ചെയ്തു. ലെജറിന്റെ മരണശേഷം ഡാർക്ക് നൈറ്റിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ദിവസം കാണേണ്ടി വരുന്ന ലെജറിന്റെ സീനുകൾ നോളനെ മാനസികമായിട്ട് തന്നെ തളർത്തിയിരുന്നു. ഹീത്ത് ലെജർ എന്ന നടന്റെ കഴിവുകൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും ചിലപ്പോൾ നോളൻ തന്നെ ആയിരിക്കും. ലെജറിന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞെട്ടിയ ആ മരണത്തിന് ജോക്കർ ക്യാരക്ടർ ഒരു പ്രധാന കാരണമാണെന്ന് അറിഞ്ഞ സിനിമാ പ്രേമികൾ ലെജറിന്റെ ആ ക്യാരക്ടറായുള്ള അഭിനയത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും സിനിമ ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ 2008 ജൂലൈ 18 സിനിമ തിയേറ്ററിൽ റിലീസായി. സിനിമ കണ്ടിറങ്ങിയ സിനിമാ പ്രേമികളും നിരൂപകരെല്ലാം സിനിമയെ കുറിച്ച് പറയുന്നതിനേക്കാൾ Good evening, ladies and gentlemen. ജോക്കറിനെ കുറിച്ച്, ലെജർ എന്ന നടനെ കുറിച്ചായിരുന്നു വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. സിനിമയിലെ നായകനായിരുന്ന ബാറ്റ്മാൻ അവതരിപ്പിച്ച ക്രിസ്ത്യൻ ബേലോ ഹീത്ത് ലെജറിന്റെ വില്ലൻ ജോക്കറിന് മുമ്പിൽ ഒന്നും അല്ലാതായി. I don't want to kill you. What would I do without you? You complete me. അന്നേ വരെ ജാക്ക് നിക്കൽസണോളം എത്താനാകുമോ ലെജറിന് എന്ന് സംശയിച്ചിരുന്ന സിനിമ ക്രിട്ടിക്കുകളും സിനിമാ പ്രേമികളും എല്ലാം ലെജറിന്റെ സൈക്കോ ജോക്കറായുള്ള അഭിനയത്തിന് മുമ്പിൽ നിക്കൽസന്റെ ജോക്കർ ഒന്നുമല്ല എന്ന് വിധി എഴുതി. ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായി സിനിമയിലെ ജോക്കറിനെ വിലയിരുത്തിയപ്പോ ലെജറിന്റെ ജോക്കറായുള്ള അഭിനയം ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയങ്ങളിൽ ഒന്നാണെന്നാണ് സിനിമാ ലോകം ഒന്നാകെ അഭിപ്രായപ്പെട്ടത്. ജോക്കറും സിനിമയുടെ ഡാർക്ക് ട്യൂണും നോളന്റെ ഡയറക്ഷൻ ബ്രില്യൻസും എല്ലാം സിനിമാ പ്രേമികളെ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് എത്തിച്ചപ്പോ ഒരു കോമിക് ബുക്കിനെ ബേസ് ചെയ്തെടുത്ത സിനിമ ആദ്യമായി 1 ബില്യൺ എന്ന മാർക്ക് കടന്നു. അക്കൊല്ലത്തെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമയും അന്നേ വരെയുള്ള ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ 4ാമത്തെ സിനിമയുമായി ഡാർക്ക് നൈറ്റ്. വെറും ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ലെജറിന്റെ ജോക്കറായുള്ള അഭിനയം. 2009 81ാം അക്കാദമി അവാർഡിൽ മികച്ച സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ഓസ്കാർ ആർക്ക് കിട്ടുക എന്നതിൽ സിനിമാ പ്രേമികൾക്കും ഓസ്കാർ മാനേജ്മെന്റിനും 2 അഭിപ്രായം ഉണ്ടായിരുന്നില്ല. And the Oscar goes to Heath Ledger in The Dark Knight. ഓസ്കാർ വേദിയിൽ ഹീത്ത് ലെജറിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ അത് കേൾക്കാനോ അവാർഡ് ഏറ്റുവാങ്ങാനോ ലെജർ ഉണ്ടായിരുന്നില്ല. തന്നെ സംശയിച്ചിരുന്നവരുടെ മുമ്പിൽ താൻ എന്ന നടന്റെ കഴിവ് പൂർണ്ണമായും തെളിയിക്കാൻ തന്റെ 100% എഫേർട്ട് എടുത്ത് അവസാനം തന്നെ സംശയിച്ചിരുന്നവരുടെ നാവുകൊണ്ട് തന്നെ താനാണ് മികച്ച നടൻ എന്ന് പറയുന്നത് കേൾക്കാൻ ലെജർ ശരിക്കും വേണമായിരുന്നു. ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് താൻ ചെയ്തതെന്ന് കേൾക്കാനും ആ ഗംഭീര പ്രകടനം കണ്ണു നിറച്ച് കാണാനും ലെജർ വേണമായിരുന്നു. ഓസ്കർ അവാർഡ് സ്വീകരിച്ച് ആ വേദിയിൽ സംസാരിക്കാൻ ലെജറിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ ക്യാരക്ടർ ആകാനുള്ള കഷ്ടപ്പാടുകളും അവസാനത്തിലെ ആ വിജയത്തിന്റെ ഫീലിങ്സും എല്ലാം
മരിക്കുമ്പോൾ വെറും 28 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ലെജറിന് ഇനിയും ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കാനും ഒരുപാട് നല്ല ക്യാരക്ടറുകളെ നമുക്ക് തരാനും പറ്റുമായിരുന്നു. പക്ഷെ ഡാർക്ക് നൈറ്റ് എന്ന ഒറ്റ സിനിമ കൊണ്ട്, ജോക്കർ എന്ന ഒറ്റ വേഷം കൊണ്ട് ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാകാൻ ലെജറിന് പറ്റിയെങ്കിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോക്കിൻ ഫീനിക്സിന്റെ ഓസ്കാർ വരെ നേടിയ ജോക്കറായുള്ള ഗംഭീര അഭിനയം വന്നിട്ടും ലെജറിന്റെ ജോക്കറിന്റെ തട്ട് താണു തന്നെ ഇരിക്കുന്നുവെങ്കിൽ ഹീത്ത് ലെജർ എന്ന നടന്റെ കഴിവ്, അഭിനയത്തിലെ റേഞ്ച് എത്രത്തോളാണെന്നാണ് കാണിക്കുന്നത്. സിനിമകളുള്ള കാലത്തോളം ഹീത്ത് ലെജറിന് സിനിമാ പ്രേമികളുടെ മനസ്സിൽ മരണം ഉണ്ടാകില്ല. Why so serious? നിങ്ങളൊരു സിനിമാ പ്രേമിയാണോ? എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സ് ആയ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.